ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ ഒത്തിരി ദിവസമായി സൂപ്പർ ടിപ്പൊക്കെ കാണിച്ചു തന്നിട്ട് കേട്ടോ. ഞാൻ ഇന്നും ഇവിടെ ചെയ്യുന്നുണ്ട്, വീഡിയോ എടുക്കുന്നില്ലെന്ന് മാത്രം കേട്ടോ. വെളുപ്പിനെയൊക്കെ ഇല്ല കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പായ്ക്കൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഞാനും ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴിപ്പോൾ നല്ല ചൂട് കാലാവസ്ഥയാണ്. അതിനെ പറ്റിയിട്ട് അടിപൊളി കിടുക്കാച്ചി പായ്ക്കാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മുന്നേ നമുക്കിത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. വീട്ടിലെ 3 ഐറ്റങ്ങളും കൊണ്ടാണ് കേട്ടോ. എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ എല്ലാ ചേച്ചിമാരും പാർലർ വീട്ടിൽ തന്നെയാണ് നടത്തുന്നത് കേട്ടോ. പുറത്തോട്ടൊന്നും പോകുന്നില്ല, പാർലറിലോട്ടൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ പാർലർ നടത്തുകയാണ് ഇപ്പോൾ എല്ലാവരും. വീട്ടമ്മമാരെല്ലാം നല്ലതല്ലേ, നല്ല കാര്യമല്ലേ. നമുക്ക് തന്നെ ഒന്ന് സുന്ദരിയാവും വീട്ടിൽ. നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇച്ചിരി ഒരു 10-15 മിനിറ്റൊക്കെ നമുക്ക് മെനക്കെട്ടാൽ നമ്മുടെ മുഖത്തൊക്കെ ഉള്ള കരിവാളിപ്പും കറുപ്പും എല്ലാം മാറിക്കിട്ടും കേട്ടോ. പിന്നെ തുടർച്ചയായിട്ട് ഇത് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. പിന്നെ എപ്പോഴും നമ്മൾ അലർജി ഉണ്ടോ എന്ന് നോക്കണം. എന്തെങ്കിലുമൊക്കെ നമുക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ എല്ലാം ചെയ്യുന്നത് നമ്മളെല്ലാം നോക്കിയിട്ട് തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അലർജി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ചെയ്യേണ്ടത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ മുഖത്തല്ലേ എന്തെങ്കിലും അലർജി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആകെ കുഴപ്പങ്ങളാകും. അപ്പോൾ നോക്കിയിട്ട് തന്നെ നമ്മൾ ചെയ്യുക കേട്ടോ. കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ മുഖത്ത് നമ്മൾ ചെടിയുടെ ബാക്കിലോ ഒക്കെ ഒന്ന് തേച്ചിട്ട് അലർജി വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ആദ്യമേ തന്നെ അത് പറയാം. എന്ന് വെച്ചാൽ ഇത് അലർജിയുള്ള സംഭവങ്ങളൊന്നുമല്ല എന്ന് നമ്മളിതിപ്പോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്ക് 3 ഐറ്റങ്ങളാണ് വേണ്ടത്. ആദ്യം നമുക്ക് ഗ്ലിസറിൻ കുട്ടൻ വേണം. പിന്നെ നമുക്ക് നമ്മുടെ റോസ് വാട്ടർ വേണം. പിന്നെ നമുക്ക് പച്ചപ്പാലാണ് വേണ്ടത്, പച്ചപ്പാൽ. അപ്പോൾ ഈ 3 ഐറ്റം കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഓരോ സംഭവങ്ങൾ ഇട്ട് കൊടുക്കാം. പാൽ ഒരുപാട് ചറപ്പറാന്ന് ഒഴിച്ച് കൊടുക്കരുത്. നമുക്കറിയാം ഇതെല്ലാം വെള്ളത്തിൻ്റെ ഉള്ള കളിയാണ്, വെള്ളത്തിനകത്ത് കളിയാണ്. വെള്ളം മാതിരിയുള്ള സംഭവങ്ങളാണ്. അപ്പോഴും നമ്മൾ നോക്കിയും കണ്ടും മാത്രം അത് എടുത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് നമുക്ക് പാല് കുറച്ച് കേട്ടോ, 1 സ്പൂണൊക്കെ മതി, 1-2 സ്പൂണൊക്കെ മതി കേട്ടോ. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ നല്ല വലിയൊരു സ്പൂണിൻ്റെ അളവ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് റോസ് വാട്ടർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അളവല്ല, നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഗ്ലിസറിൻ കുട്ടനെ അതും ആ ഒരു അളവിനൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു വെള്ളം മാതിരിയല്ലേ. അപ്പോഴും നമ്മൾ ഈ പച്ചപ്പാൽ ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് ഒഴിക്കണം. ഒരുപാട് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ ഇത് സംഭവം. വെള്ളം മാതിരിയാണ് കേട്ടോ. ഇത് നമ്മളങ്ങോട്ട് ഡെയിലി നമ്മളിത് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് മുഖത്തെ കറുത്ത പാടും നന്നായിട്ട് ഈ പാടുകളും ഒക്കെ മാറും കേട്ടോ. അപ്പോൾ കരിമങ്ങലിയും കറുത്ത പാടുകളും മുഖക്കുരുവിൻ്റെ പാടുകളും ഒക്കെ ഉള്ളവർക്ക് ഇതങ്ങോട്ട് ഡെയിലി അങ്ങോട്ട് തേച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഇത് തന്നെ ഒന്ന് തുടർച്ചയായിട്ട് ഒരു 1-2 ആഴ്ച ഇതൊന്ന് പുരട്ടി നോക്കൂ. നമ്മുടെ കണ്ണിനടിയിലെ കറുത്ത പാടുകളും ഒക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് പുരട്ടി നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് തുടച്ചോ കഴുകിയോ മാറ്റിക്കിടക്കും. ഇത് വെള്ളത്തിൻ്റെ ഒരു ഇതല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ നന്നായിട്ട് നമുക്കത് മാറിക്കിട്ടും. മുഖം നന്നായിട്ട് കഴുകണം കേട്ടോ. മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം നമ്മളിതൊക്കെ ചെയ്യുക. ഇതിലെ വെള്ളം മാതിരിയുള്ള സംഭവം നല്ല മണമാണ്. നമ്മുടെ റോസ് വാട്ടറിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ തൂത്ത് പുരട്ടുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളങ്ങ് കഴുകി മാറ്റുക. അപ്പോൾ തുടർച്ചയായിട്ട് ചെയ്യണം കേട്ടോ. ഇത് തുടർച്ചയായിട്ട് ചെയ്യണം. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അടുപ്പിച്ച് ഒരു 2 ആഴ്ച നിങ്ങളിത് ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പർ കിടു റിസൾട്ട് കിട്ടുന്നതാണ്. വലിയ മുഖക്കുരുവൊക്കെ ഉള്ളവർക്ക്
നന്നായിട്ട് പാടൊക്കെ വീഴും. എനിക്ക് മുഖക്കുരുവൊന്നുമില്ല കേട്ടോ. ആ പാടൊക്കെ നന്നായിട്ട് നമുക്ക് മാറിക്കിട്ടും കേട്ടോ. ഇത് ഞാൻ കഴുകി മാറ്റി കാണിക്കുന്നൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ ഇച്ചിരി നേരമൊക്കെ അങ്ങ് നിൽക്കും ഇതും കൊണ്ടേ, പെട്ടെന്ന് അങ്ങ് കഴുകി മാറ്റത്തില്ല. നിങ്ങൾക്ക് അഥവാ ഇറിറ്റേഷൻ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കഴുകി മാറ്റുക. ഞാൻ ഇച്ചിരി നേരമൊക്കെ അങ്ങ് ഇതങ്ങ് പരട്ടിക്കൊണ്ട് നടക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കഴുകി മാറ്റി കാണിക്കുന്നില്ല. ഓക്കെ, ആദ്യമേ തന്നെ പാൽ ഒത്തിരി നമ്മൾ തട്ടി മറിച്ചൊഴിക്കരുത് കേട്ടോ. ഒരുപാട് പാലൊന്നും ഒഴിക്കരുത്. 1 സ്പൂണോ കുറച്ച് ഈ കുഞ്ഞ് സ്പൂണിൻ്റെ ഒരു 2 സ്പൂണൊക്കെ മതി കേട്ടോ. എന്നിട്ട് തുടരെ നിങ്ങൾക്ക് വീണ്ടും ഇത് ഒന്ന് മുഖത്തൊന്ന് പിടിച്ചുണങ്ങി കഴിയുമ്പോൾ വീണ്ടും നിങ്ങളിത് കട്ടി കൊടുത്താൽ മതി കേട്ടോ. അഥവാ അധികം വരുവാണെങ്കിൽ ഒന്നും കൂടെ വീണ്ടും ഒന്ന് കട്ടി കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് ഉണങ്ങത്തില്ല ഇത് നമ്മുടെ മുഖത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഉണങ്ങി വരുമ്പോൾ അധികത്തിൽ ഇരിക്കുന്നത് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കട്ടി കൊടുത്തോളൂ കേട്ടോ. കളയരുത്. നമ്മൾ ഇതൊക്കെ ഇല്ല പറഞ്ഞതിൻ്റെ കൂടെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സംഭവങ്ങളല്ലേ, കളയരുത്. അതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കാവൂ കേട്ടോ. ഞാൻ ഇച്ചിരിയേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരളവിന് നിങ്ങളും ഉണ്ടാക്കിയെടുക്കുക. എപ്പോഴും നമ്മളിതിന് അളവ് എന്താ, ഈ സ്പൂണിൻ്റെ ഒരേ അളവിനെടുക്കുക കേട്ടോ. ഒരേ അളവിനെടുക്കുക. ചെറിയ സ്പൂണാണെങ്കിൽ ഒരേ അളവിനെടുക്കാൻ നോക്കും. ഇത് നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുന്നേ ഒക്കെ പരട്ടി കൊടുക്കാം. കുളിച്ച് കുഴപ്പമില്ല കേട്ടോ. കുളിക്കുന്നതിന് മുന്നേ നമ്മുടെ ഇഷ്ടം അതൊക്കെ. ചിലർക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുളിക്കുന്നതിന് മുന്നേ ഈ ചെയ്യുന്നതാണ് ഇഷ്ടം. ചിലർക്ക് കുളി കഴിഞ്ഞ് നല്ല ഇതായിട്ടിരിക്കുമ്പോഴാണ് ചെയ്യുന്നത് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അല്ലേ. അപ്പോഴും ഞാനിപ്പം ഇപ്പോഴേ കഴുകി മാറ്റുന്നില്ല. അതുവരെ ഒന്നും ഇരിക്കുന്നില്ല. ഇത്തിരി നേരെ ഇരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇടുവാണെങ്കിൽ ഞാൻ ഇത്തിരി നേരെ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാണ് ഞാനിത് കഴുകി മാറ്റുന്നത് കേട്ടോ. ഇതേ നമുക്ക് കഴുത്തിൻ്റെ ഇവിടെ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചപ്പാല് തന്നെയാണെങ്കിലും നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. പച്ചപ്പാല് തന്നെ, ചൂടാക്കാത്ത പച്ചപ്പാൽ. തിളപ്പിച്ച പാല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മുഖക്കുരു ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് പച്ചപ്പാൽ തന്നെ എടുക്കാൻ നോക്കുക. മുഖക്കുരു വേഗം ഉണ്ടാവും. നമ്മൾ ഈ തിളപ്പിച്ച ചൂടാക്കിയ പാല് നമ്മൾ മിക്സ് ചെയ്ത് തേച്ച് കഴിഞ്ഞു. അതുകൊണ്ട് കഴിവതും പച്ചപ്പാലെടുക്കാൻ തന്നെ നോക്കുക. നമ്മുടെ വീട്ടിൽ നമ്മുടെ നമ്മൾ കവർ പാൽ എന്തായാലും മതി. ഇപ്പോൾ സൊസൈറ്റിയിൽ എല്ലാവർക്കും ഒന്നും പാലൊന്നും കിട്ടത്തില്ല. ചിലപ്പം കവർ പാലായിരിക്കാം ചിലയിടത്തൊക്കെ. ഏത് വേണേലും നമുക്ക് എടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ തിളപ്പിക്കാത്ത പച്ചപ്പാൽ തന്നെ എടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അധികം വരുവാണെങ്കിൽ നിങ്ങൾ ഇച്ചിരി നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഇതങ്ങ് വലിയ നമ്മുടെ സ്കിന്നുമായിട്ട് ഇതങ്ങ് അങ്ങോട്ട് പിടിക്കും. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ എടുത്ത് ഇങ്ങനെ പുരട്ടിക്കോളൂ. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് കഴുകിയോ തുടച്ചോ മാറ്റാം. അപ്പോൾ എന്നും എല്ലാ ദിവസവും ചെയ്യാം. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. പിന്നെ അലർജിയൊക്കെ ഉള്ളവർ ടെസ്റ്റ് ചെയ്തിട്ട് എന്താവുന്നോ ഇവിടെയൊക്കെ ഒന്ന് ചെവിയുടെ പുറകിലോ എവിടെയെങ്കിലും കയ്യിൽ ഒക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. മുഖത്ത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അലർജി ഉള്ളവർ, ചിലർക്ക് മുഖക്കുരു ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ചിലർക്ക് പെട്ടെന്ന് പിടിക്കത്തില്ല ഇതൊന്നും. ഈ നമ്മുടെ റോസ് വാട്ടറും ഈ ഗ്ലിസറിനും ഒന്നും ചേർത്ത് പിടിക്കത്തില്ല. അത് വേറെ എന്തെങ്കിലുമൊക്കെ സംഭവം. മുഖക്കുരുവൊക്കെ വലുതായിട്ടുള്ളവർക്കാണെങ്കിൽ പഴുത്തൊക്കെ നിൽക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ ഇത് പിടിക്കത്തില്ല കേട്ടോ. അതാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ മുഖത്ത് ചെയ്യുമ്പം നമ്മളെപ്പോഴും ഒന്ന് നോക്കിയിട്ട് ചെയ്യുക. എങ്ങാനും എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ പിന്നെ ഞങ്ങളെപ്പോലെയുള്ളവരുടെ തലയർത്തു നിങ്ങൾ ശരിയാക്കല്ലേ. അവൾ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ. അതാണ് എപ്പോഴും പറയുന്നത്. എപ്പോഴും നമ്മൾ മുഖത്ത് ചെയ്യുമ്പോൾ ഒന്ന് അലർജിയൊക്കെ നോക്കിയിട്ട് ചെയ്യുക. അപ്പോഴിത്രയേ ഉള്ളൂ. ഞാൻ ഇത്തിരി നേരം ഇങ്ങനെ അങ്ങ് ഇരിക്കും കേട്ടോ. അങ്ങോട്ട് ഉണങ്ങട്ടെ. അതിന് ശേഷം ഇത്തിരി നേരം കേട്ടോ കഴിഞ്ഞ് കഴുകി മാറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുന്നു.
വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോഴും ഇതേപോലെയുള്ള എളുപ്പത്തിന് വേഗം ചെയ്യാൻ പറ്റുന്നല്ല. ഒത്തിരി ദിവസമായി ഞാൻ ഇങ്ങനെയുള്ള ടിപ്പൊക്കെ കാണിച്ചിട്ട്, അല്ലാതെ ഇവിടുത്തെ കുഞ്ഞു വിശേഷമൊക്കെ കാണിച്ചുകൊണ്ടല്ല ഞാൻ നടക്കുന്നത്. അപ്പോൾ വേഗത്തിന് ചെയ്യാൻ പറ്റിയ നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ.